എന്താ BJP മുഖ്യമന്ത്രിമാരുടെ സംസ്ഥാനവും BJPയുമായി മുന്നണിയുള്ള NDAയുടെ ആളുകൾ മുഖ്യമന്ത്രിമാരായിട്ടിരിക്കുന്ന സംസ്ഥാനവും മാത്രമേ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്താണോ മിസ്റ്റർ നരേന്ദ്രമോദി? വളരെ വിവേചനപരമായ സമീപനം, രാഷ്ട്രീയമായി ജനാധിപത്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമീപനം ഉണ്ടാവുന്നില്ല ശ്രീ നരേന്ദ്രമോദിയിൽ. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി ഈ ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഉറച്ച നിലപാടാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ അടങ്ങുന്ന വിദഗ്ധന്മാരടങ്ങുന്ന പ്രതിനിധി സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ CPIM തടസ്സമില്ല എന്ന് അവരെ അറിയിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ആളുകളെ തീരുമാനിക്കുന്ന കാര്യത്തിലുമെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവക്കുറവുണ്ട്. ഓരോ പാർട്ടിക്കും ഇത്ര പ്രതിനിധികളെയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നുകിൽ നിങ്ങൾ ആ ആളുകളെ ആര് വേണം നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകേണ്ടത് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ പറയാം ഞങ്ങള് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഇന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ തന്നെ മതിയോ അതോ അവർക്ക് പകരം വേറെ ആരെങ്കിലും വേണോ എന്ന് ചോദിക്കാം. അതൊന്നുമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിൽ ഈ വിഷയം അവർ കൈകാര്യം ചെയ്യുന്ന സമീപനവും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും BJPയും തമ്മിലുള്ള കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന ഗവൺമെന്റിന് കടുത്ത വിഭവ പരിമിതിയുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഗവൺമെന്റ് സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലിടങ്കോലിടാൻ വേണ്ടി ഏറ്റവും ഹീനമായ വൃത്തികെട്ട രൂപത്തിൽ കേന്ദ്ര BJP ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവകാശങ്ങൾക്കെതിരെ കയ്യേറ്റം നടത്തുകയാണ്. അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ തുടക്കം VK നയനാരുടെ 1980 ഗവൺമെന്റാണ്, ഒന്നാം നയനാർ ഗവൺമെന്റാണ് തുടക്കം കുറിച്ചത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയണം. അതിനെ കൂടുതൽ വ്യാപകമാക്കി 45 രൂപയിൽ തുടങ്ങിയത് 1600 രൂപയായിട്ട് ഉയർത്തി. അത്ര ഉയർത്തിയാൽ പോരാ, ഇനിയും കൂടുതൽ ഉയർത്തണം. പക്ഷെ ഈ വർധനവ് വരുത്തിയത് മുഴുവൻ വർധനവിന്റെ 99% വരുത്തിയത് സഖാവ് നയനാരുടെ പിൻഗാമികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളാണ്. അതും ഈ സന്ദർഭത്തിൽ സഖാവ് നയനാരുടെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ ജനങ്ങളെ മുഴുവൻ സാക്ഷരരാക്കുക എന്നൊരു ലക്ഷ്യം, ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ സാക്ഷരരാക്കാൻ പറ്റുമോ എന്ന ചോദ്യം നയനാർ ഗവൺമെന്റ് കാലത്താണ് ഉന്നയിക്കപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക് കൊണ്ടായി നമുക്കെല്ലാം അറിയാം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നത് രണ്ടാം നയനാർ ഗവൺമെന്റിന്റെ കാലത്താണ്. അതിന്റെ കുറെ പ്രവർത്തനങ്ങളിൽ അന്നൊരു രാജ്യസഭാംഗമായിരുന്ന എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് കോഴിക്കോട് വെച്ച് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് മലപ്പുറത്ത് നിന്ന് ഐഷുമ്മ, എനിക്ക് ഓർമ്മ വരുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഓർമ്മയ്ക്ക് ഇപ്പൊ പ്രശ്നമുണ്ട്, വയസ്സായതുകൊണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു, ഐഷുമ്മയാണ് പ്രഖ്യാപിച്ചത്. ഐഷുമ്മ ഈ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം സഖാവ് നയനാർ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ അഭിമാനകരമായ നേട്ടമായി, ലോകം ശ്രദ്ധിക്കുന്ന നേട്ടമായി കേരളത്തെ മാറ്റുന്ന പ്രഖ്യാപനം ഐഷുമ്മ നടത്തുമ്പോ ആ വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? നമ്മുടെ ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ, മൊയ്തു മൗലവി, ലോകമറിയുന്ന ഇന്ത്യൻ സാഹിത്യകാരനായിട്ടുള്ള ഡോക്ടർ മുൾക്ക് രാജ് ആനന്ദ്,
1936 സ്പാനിഷ് സിവിൽ വാറിൽ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും സ്പെയിനിലെ ഫാസിസ്റ്റായ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റുകളും തമ്മിലുള്ള പോരാട്ടം, അത് സ്പാനിഷ് സിവിൽ വാർ, സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വലിയ എഴുത്തുകാരും കലാകാരന്മാരും അതിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. നെഹ്റു അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആളുകളാണ്. ആ സ്പാനിഷ് സിവിൽ വാറിൽ പങ്കെടുത്ത ഡോക്ടർ മുൾക്ക്രാജ് ആനന്ദ്, ഇന്ത്യയിലെ അതിപ്രശസ്തനായ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാരൻ ഡോക്ടർ മുൾക്ക്രാജ് ആനന്ദ്, അദ്ദേഹത്തിന് 91 വയസ്സായിട്ട് അദ്ദേഹമുണ്ട്. കടമ്മനിട്ട് രാമകൃഷ്ണൻ, മലയാളത്തിലെയും കേരളത്തിന് പുറത്തെയും അതിപ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നയനാർ ഗവൺമെന്റിന്റെ ജനകീയ പദ്ധതിയായ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയിലൂടെ സാക്ഷരത നേടിയ 70-ലധികം വയസ്സുള്ള യുവതി എന്ന് പറയാം, ഐഷുമ്മയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ആ മാതൃകാപരമായ ജനപങ്കാളിത്തത്തോടുകൂടി എങ്ങനെ മഹത്തായ നേട്ടങ്ങൾ വൈജ്ഞാനിക രംഗത്ത് കൈവരിക്കാം, അതിനടിത്തറയിട്ട് നയനാരുടെ ഗവൺമെന്റാണ്. ഇപ്പോ ഒരു വിജ്ഞാന കേരളവും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയും അതിലേക്ക് നീങ്ങാനുള്ള പുതുവഴികളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇ.കെ. നയനാരുടെ നേതൃത്വത്തിലുള്ള രണ്ടാം നയനാർ ഗവൺമെന്റ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച അടിത്തറയിലാണ് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി ഉയർത്താനും വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്ഘടനയായി കേരളത്തെ ഉയർത്താനും ഒരു സംസ്ഥാനത്തൊതുങ്ങി നിന്നുകൊണ്ട് കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വികസന മുന്നേറ്റങ്ങൾ ഈ മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടിയാണ്. ആ സമരവുമായി മുന്നോട്ടു പോകാൻ, വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന്റെ അടിത്തറ കൂടുതൽ ബലിഷ്ഠമാക്കുന്നതിൽ 57-ലെ EMS ഗവൺമെന്റ് മുതൽ ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടിത്തറയാണ്. ഇടയ്ക്ക് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഗവൺമെന്റ് വരുമ്പോ അവർ ഈ അടിത്തറ കുറച്ച് തല്ലി പൊളിക്കും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ ഈ അടിത്തറ വീണ്ടും ബലിഷ്ഠമാക്കിയിട്ട് അതിന്മേൽ വികസനത്തിന്റെ പുതിയ പടവുകളും പുതിയ ഘട്ടങ്ങളും നിർമ്മിച്ചുയർത്താൻ നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ തുടർഭരണം കൈവരിച്ച കേരളം തുടർഭരണത്തിനൊരു തുടർഭരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 80-82-ലെ നയനാർ ഗവൺമെന്റും 87-91-ലെ നയനാർ ഗവൺമെന്റും 96-2001-ലെ നയനാർ ഗവൺമെന്റുമെല്ലാം പുതിയ കേരളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഘട്ടം ഘട്ടമായ സംഭാവനകളും നേട്ടങ്ങളും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ആ നേട്ടങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചാലാണ് നേട്ടത്തിന്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ കൂട്ടത്തിൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ജനകീയ ആസൂത്രണം. ആസൂത്രണത്തിന്റെ ആവിഷ്കാരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, അതാണ് ജനകീയ ആസൂത്രണത്തിന്റെ ഒരു ഭാഗം. ആസൂത്രണത്തിന്റെ ആവിഷ്കാരത്തിലുള്ള ജനപങ്കാളിത്തം മാത്രമല്ല, ജനപ്രതിനിധികളുടെ പങ്കാളിത്തം മാത്രമല്ല, ജനപങ്കാളിത്തം ഗ്രാമസഭകളിലൂടെ, നഗരങ്ങളിലുള്ള വാർഡ് സഭകളിലൂടെ, പദ്ധതി ആസൂത്രണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, പദ്ധതിയുടെ നിർവഹണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം. EMS-നെയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കണം. EMS ഈ ജനകീയ ആസൂത്രണത്തിന്റെ ആവിഷ്കാരത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കിയ നയനാർ ഗവൺമെന്റാണ്. അത് ഇന്നത്തെ കേരളത്തിന്റെ നിർമ്മിതിയിൽ വലിയൊരു ഘട്ടമാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്.
അതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്, പക്ഷെ വിശദീകരിക്കാൻ പ്രാപ്തരാണ് നിങ്ങളല്ല. എന്നാൽ കേരളവുമായി ബന്ധപ്പെട്ട് വളർച്ചയുടെയും വികസനത്തിന്റെയും കാര്യം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷത്തുള്ളവരെയും ഒക്കെ വലിയ തോതിൽ വിമർശന വിധേയരാക്കാറുണ്ട് പലരും. എന്താ അവർക്ക് വിമർശിച്ചൂടെ? വിമർശിക്കുന്നത് നമുക്കൊരു പ്രശ്നമില്ല. വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ വിമർശനങ്ങൾ ആരോഗ്യകരമായ വിമർശനമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കും. അടിസ്ഥാനരഹിതങ്ങളായ വിമർശനങ്ങളാണെങ്കിൽ നമ്മൾ അതിന് മറുപടി പറയും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഒരു വിമർശനം നടത്തി. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാലും ദോഷമൊന്നുമില്ല, പക്ഷെ പേരിന് പ്രസക്തിയില്ല. ആ വിമർശനം എന്താന്ന് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ആളിനെ മനസ്സിലാവും. ഒരു പ്രശ്നോത്തരി പോലെ, ഒരു ക്വിസ് പോലെ. പുള്ളി പറഞ്ഞത് ഈ മാർക്സിസ്റ്റുകാര് നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. ഒരു 10-30 വർഷം കഴിഞ്ഞ് അവരത് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ഈ മാർക്സിസ്റ്റുകൾക്ക് കഴിയില്ല. പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ. ഇതൊരു പൊതുമണ്ഡലത്തിൽ പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇങ്ങനെ പ്രചരിക്കുന്നത്. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ഇങ്ങനെ CPIM-നെയും ഇടതുപക്ഷത്തെയും ഇങ്ങനെല്ലാം അധിക്ഷേപിക്കുന്നവരോട് ഞാൻ ലളിതമായിട്ട് ചോദിക്കുകയാണ്. ഇന്ന് ഏറ്റവും ആധുനികമായിട്ട് പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് പോയി പഠിച്ച് ജോലിയൊക്കെ തേടുന്ന വലിയൊരു മേഖല IT അല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി. IT എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? ചില ചുരുക്കപ്പേര് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകാത്ത പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പൊ IT എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത പ്രശ്നമില്ല. കാര്യം എല്ലാവരുടെ വീട്ടിൽ നിന്ന് IT ഒക്കെ പഠിച്ച ആരെങ്കിലും ഉണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും. ഇൻഫർമേഷൻ ടെക്നോളജി അല്ലേ? ഈ IT മേഖലയിൽ ആദ്യത്തെ IT പാർക്ക് കേരളത്തിൽ ആരാ തുടങ്ങിയത്? ഇന്ത്യയിൽ തന്നെ IT പാർക്കുകൾ അധികം വ്യാപകമായിട്ടില്ലാത്ത സമയത്ത് കേരളത്തിൽ IT പാർക്ക് തുടങ്ങിയത് 1980 നയനാർ ഗവൺമെന്റ് ആണെന്നുള്ള സത്യം കോൺഗ്രസ്സുകാര് നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ പറ്റുമോ? BJP-ക്കാരാ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ പറ്റുമോ? ഇന്ന് മിസ്റ്റർ വിജയരാഘവൻ എന്ന് പറയുന്ന ടെക്നോക്രാറ്റ് വളരെ സുപരിചിതനാണ്. പല ചർച്ചകളിലൊക്കെ അദ്ദേഹം വരാറുണ്ട്. UDF-ന്റെ ഭരണകാലത്ത് അവര് രൂപീകരിച്ച പ്ലാനിംഗ് ബോർഡിലെ ഒരു അംഗമായിരുന്നു ഈ വിജയരാഘവൻ. അങ്ങനെ UDF-കാർക്ക് UDF-ന്റെ പ്ലാനിംഗ് ബോർഡിൽ അംഗമായിട്ട് എടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ അംഗീകാരമുള്ള ഈ ടെക്നോക്രാറ്റ് എങ്ങനെ ഉണ്ടായി? വിജയരാഘവൻ എങ്ങനെ ഉണ്ടായി? എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കുറച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിന്നിരുന്ന വിജയരാഘവനെ, വളരെ ചെറുപ്പക്കാരനായ വിജയരാഘവനെ എന്തായാലും പറയുക, സിലിക്കോൺ വാലി, അമേരിക്കയിലെ IT പാർക്കുകളും ഒക്കെ അടങ്ങുന്ന വലിയ പുതിയ സാങ്കേതിക വൈജ്ഞാനിക വിപ്ലവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം സിലിക്കോൺ വാലി എന്നാണ് അറിയപ്പെടുന്നത്. ആ സിലിക്കോൺ വാലിയിൽ എങ്ങനെയാണ് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോഗക്ഷമമാവുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവിടെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കപ്പെടുന്നത്, ഇതൊക്കെ പഠിക്കാൻ ഒരു വിദ്യാർത്ഥിയെ പോലെ സഖാവ് നയനാര് പോയി. സഖാവ് നയനാരോടൊപ്പം അന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി ആയിരുന്നത് നമുക്ക് പ്രിയപ്പെട്ട എന്ന ഇടയ്ക്ക് ചെറിയ പിണക്കമൊക്കെ ഉണ്ടായ സഖാവ് ഗൗരിയമ്മയാണ് അന്ന് വ്യവസായ മന്ത്രി നയനാർ ഗവൺമെന്റ്. സഖാവ് നയനാരും സഖാവ് ഗൗരിയമ്മയും മറ്റു ചിലരും
സിലിക്കോൺ വാലി, അമേരിക്കയിലെ സിലിക്കോൺ വാലിയിൽ പോയി എങ്ങനെ ഈ IT മേഖലയിലും മറ്റും പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് പഠിക്കാൻ വേണ്ടി പോകുമ്പം ഈ യുവാവായിരുന്ന വിജയരാഘവനെയും കൂടെ കൊണ്ടുപോയി. ഇതെല്ലാം നോക്കി കണ്ടിട്ട് സാർ നയനാർ ഈ യുവാവായ എഞ്ചിനീയർ വിജയരാഘവനോട് ചോദിച്ചു, എടോ നമുക്കെന്തെങ്കിലും ഇതുപോലെ തുടങ്ങിക്കൂടെ? ഇത് വിജയരാഘവൻ എന്റെ സുഹൃത്താണ്, തിരുവനന്തപുരത്തുണ്ട്. UDFിന്റെ പ്ലാനിംഗ് ബോർഡിലൊക്കെ പുള്ളി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഹൃത്ത് ബന്ധമൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം കൊള്ളാവുന്ന ചിലര് എങ്കിലും UDFിന്റെ പ്ലാനിംഗ് ബോർഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പരിഭവം തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ സഹം നയനാരുടെയും ഗൗരിയമ്മയുടെയും CPIM-ന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും തീരുമാനപ്രകാരം ആദ്യത്തെ IT പാർക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ അതെടുത്തിട്ട് ആരംഭിച്ചു. ബാക്കി ചരിത്രമാണ്. ഇന്നിപ്പോ കഴക്കൂട്ടത്ത് എന്ന് കഴിഞ്ഞാൽ അല്ലേ, തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ പോകുമ്പോൾ അല്ലെ ട്രെയിനിൽ പോകുമ്പോൾ എല്ലാം കഴക്കൂട്ടത്ത് മുഴുവൻ വേറൊരു ലോകമാണ്. കഴക്കൂട്ടത്ത്, എറണാകുളത്ത് ജില്ലകളിൽ IT പാർക്കുകൾ വന്നു. കണ്ണൂര് കണ്ണൂര് ലാൻഡ് അക്വിസിഷൻ നടക്കുകയാണ്. എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ, വിവരമില്ലാത്ത കാര്യം ചോദിക്കേണ്ടത്. ഇവിടെ നടക്കുകയാണ് വിമാനത്താവളത്തിനടുത്ത്. അപ്പൊ അടുത്ത പോയിന്റാണ്, എങ്ങനെയാണ് കണ്ണൂർ വിമാനത്താവളം ഉണ്ടായത്? ഇന്നലെ രാത്രി ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാണ്. മുമ്പാണെങ്കിൽ ഒന്നീ മംഗലാപുരത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ കോഴിക്കോട് ഇറങ്ങണം, അല്ലേ? കണ്ണൂർ വിമാനത്താവളം നയനാരുടെ സ്വപ്ന പദ്ധതിയാണ്. ഈ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടി, LDF എല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതുപോലെ വിഴിഞ്ഞം പദ്ധതിയും നയനാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും നേതൃത്വം വികസിപ്പിച്ചെടുത്ത കാഴ്ചപ്പാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന സഹ MV രാഘവൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം നമ്മൾ കാണുക. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വപരമായ പങ്ക് വഹിച്ചത് സഹ നയനാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുള്ളത് സഖാവ് നയനാരുടെയും EMS-ന്റെയും P കൃഷ്ണപിള്ളയുടെയും AKGയുടെയും CH-ന്റെയും ഗൗരിയമ്മയുടെയും ഒക്കെ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക സമീപനമാണത്. അത് സഖാവ് നയനാരെ അനുസ്മരിക്കാൻ വേണ്ടി കൂടിയ യോഗത്തിൽ ഞാൻ വെറുതെ അവകാശപ്പെടുന്നതാണോ? ഐക്യ കേരളമുണ്ടായി 1956-ൽ. 57-ലാണ് കേരളമെന്ന രൂപത്തിൽ ഉള്ള രാഷ്ട്രീയ ഈ ഘടനയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ EMS ഗവൺമെന്റ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് 1956-ൽ തൃശ്ശൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമ്മേളനത്തിൽ കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഹ്രസ്വകാലത്തെ ദീർഘകാലത്തെ വളർച്ച സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് ഒരു രേഖയായി അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വ്യാവസായിക മേഖലയിലെ വളർച്ച, കാർഷിക മേഖലയിലെ വളർച്ച, വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ച, സേവന മേഖലയിലെ വളർച്ച, സാംസ്കാരിക രംഗത്തെ വളർച്ച, കേരളത്തിന്റെ ധാതു നിക്ഷേപങ്ങൾ എങ്ങനെ സംസ്കരിച്ച് ധാതുമണലും മറ്റുമായി ബന്ധപ്പെട്ട ഭാവി വികസന പദ്ധതി എങ്ങനെ വേണം, കേരളത്തിന്റെ തുറമുഖ വികസനവും യാത്രാ സൗകര്യങ്ങളുടെ കാര്യവും അടക്കം ഈ തൃശ്ശൂരിൽ ചേർന്ന പ്രത്യേക സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രേഖ ലഭ്യമാണ്. കേരള വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഈ രേഖ ഞങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടി പോലെ അല്ല.
നാട്ടുകാർക്ക് അറിയാം. ഐക്യ കേരളമുണ്ടായി. ഐക്യ കേരളം ആര് ഭരിക്കണം എന്ന വിഷയം ജനങ്ങൾ തീരുമാനിക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാട് വേണം. ഭാവി കേരളം എങ്ങനെയായിരിക്കണം, അതിനുവേണ്ടി കൂടുകയാണ് തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. വിദഗ്ധന്മാരുമായി ചർച്ച നടത്തുന്നു. 1956 അങ്ങനെ ചർച്ച ചെയ്തുണ്ടാക്കിയ രേഖ ഇന്ന് കേരള ചരിത്രത്തിന്റെ ഒരു പൊതുസ്വത്താണ്. അതിനുശേഷം AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എത്രയെത്ര അന്താരാഷ്ട്ര സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. ആ അന്താരാഷ്ട്ര സെമിനാർ പരമ്പരകളുടെ ഭാഗമായി കണ്ണൂരിൽ വെച്ചും കുറെ നാൾ മുമ്പ് ഒരു സെമിനാർ നടന്നില്ല. കണ്ണൂരിൽ വെച്ച് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജില്ലകളിലേക്ക് പോയി ചർച്ച നടത്തുകയാണ്. ജില്ലകളിലുള്ള വിദഗ്ധന്മാർ, കേരളത്തിന് പുറത്തുള്ള വിദഗ്ധന്മാർ, ഇന്ത്യക്ക് പുറത്തുള്ള വിദഗ്ധർ, ഇവരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാമുള്ള വ്യത്യസ്ത കാര്യങ്ങളിൽ വിഷയങ്ങളിൽ വിദഗ്ധരായ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി EMS നേരിട്ട് കത്തെഴുതിയിട്ടാണ് അവരെല്ലാം വിളിച്ചെടുത്തത്. അങ്ങനെ നാടിന്റെ വികസനത്തെ കുറിച്ച് സമഗ്രമായ ശാസ്ത്രീയമായ വീക്ഷണമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലാണ് VK നയനാർ 3 ഘട്ടങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വം വഹിച്ചപ്പോൾ പുതിയ ഒരു കേരളത്തിന്റെ നിർമ്മിതിക്ക് നിർണായകമായ ഇടപെടലുകൾ ഘട്ടം ഘട്ടമായി നടത്താൻ നയനാർക്ക് കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോർട്ട്, വിഴിഞ്ഞം പോർട്ട് ഇന്നിപ്പോ യാഥാർത്ഥ്യമായി. അതിന്റെ അവകാശവാദങ്ങളുടെ തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ടിന്റെ നേട്ടം അവകാശപ്പെടാൻ പലരും വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ VK നയനാർ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ നാടിന്റെ കാർഷിക വളർച്ച, വ്യാവസായിക വളർച്ച, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മേഖലയിലെ വളർച്ച, ക്ഷേമ ആശ്വാസ നടപടികൾ ജനങ്ങൾക്ക് ഉറപ്പാക്കാൻ നടത്തേണ്ട ഇടപെടലുകൾ, നിത്യോപയോഗ സാധനങ്ങൾ താങ്ങാവുന്ന വിലയ്ക്ക് പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മാവേലി സ്റ്റോറുകൾ തുടങ്ങിയത് നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അത് പ്രാവർത്തികമാക്കുന്നതിൽ E ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ള മന്ത്രിയുടെ ഉത്സാഹവും കാര്യക്ഷമതയും ഒരു ഘടകമാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിന്റെ നേതൃത്വ സ്ഥാനത്ത് നയനാർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഈ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നാണ് 96-ലെ VS ഗവൺമെന്റ് ആണെങ്കിലും അതിനുശേഷം വന്ന 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2 ഗവൺമെന്റുകളും കൂടുതൽ കൂടുതൽ അഭിമാനകരങ്ങളായ തലങ്ങളിലേക്ക് നമ്മുടെ നാടിന്റെ വളർച്ചയെ ഉയർത്തിക്കൊണ്ടുപോകാൻ ഓരോ മേഖലയിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന അവകാശം ജനങ്ങളുടെ മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ മാത്രമാണ്. ലോകത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഞാൻ മനസ്സിലാക്കാം. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇന്റർനെറ്റ് എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും പുതിയ, ഏറ്റവും നവീനമായ ഒരു മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള ശേഷിയാണ് ഇന്റർനെറ്റിന്റെ ലഭ്യതയിലൂടെ. നമുക്ക് സന്ദേശങ്ങൾ അയക്കാം, നമുക്ക് ലേഖനങ്ങൾ അയക്കാം. KK രാജേഷ് ഞാനും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കുറെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടുടനെ എനിക്ക് തരിക.
പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്നതിനകത്തൊരു ഞെക്കി നിൽക്കുമ്പോൾ പുള്ളിയുടെ ഫോണിലുള്ള കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിലേക്ക് വരിക. അപ്പം ഈ ജീവിതത്തിൽ ഹാവ്സും ഹാവ് നോട്ടും ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് അല്ലേ? വളരെ പ്രസവമായ ഒരു വാക്കാണ്. പല സൗകര്യങ്ങളും ഉള്ളവരും പല സൗകര്യങ്ങളും ഇല്ലാത്തവരും ഉണ്ട്. കേരളത്തിലും ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ഒരു ഭാഗം നമ്മൾ പരിഹരിക്കുകയാണ്. തീവ്രമായ ദാരിദ്ര്യം കേരളത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റി ഈ നവംബർ മാസമാകുമ്പോൾ 2025 നവംബർ മാസമാകുമ്പോ കടുത്ത ദാരിദ്ര്യമുള്ളവർ, അങ്ങനെ ഉണ്ടായിരുന്ന 60,000-ൽ ചില്ലുവാനും ആളുകൾ ഉണ്ടായിരുന്നു, അവരെ ആ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവിത യോഗ്യമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പ്രവർത്തനം പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സഖാവ് നയനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ചെയ്ത നേട്ടങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ സാങ്കേതിക വിദ്യയുടെ കാര്യം പറയുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ട്. സാങ്കേതിക വിദ്യ, അതിന്റെ ഇന്റർനെറ്റിന്റെ കണക്ഷൻ ലഭ്യമായവരും ലഭ്യമാകാത്തവരും. ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമായാലും ആ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള ഫോണോ സ്മാർട്ട് ഫോണോ പിന്നെ കമ്പ്യൂട്ടറോ ഉള്ളവരും ഇല്ലാത്തവരും. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ഇല്ലായ്മയുണ്ട്. ഒന്നെന്താ? സാങ്കേതിക വിദ്യയുടെ ബന്ധപ്പെടൽ, കണക്ടിവിറ്റി അല്ലേ? കണക്ടിവിറ്റിക്ക് എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ബന്ധം. ഇപ്പൊ കണക്ടിവിറ്റി ഇല്ലാത്തവർ. അപ്പൊ എന്താണ് പിണറായി വിജയൻ ഗവൺമെന്റ് അതിനുള്ള പരിഹാരം? കേരളത്തിലെ 20 ലക്ഷം ഏറ്റവും ദരിദ്രരായ 20 ലക്ഷം കുടുംബങ്ങൾക്ക് കെ ഫോൺ വഴി ഈ കണക്ടിവിറ്റി, ഈ ഇന്റർനെറ്റ് ബന്ധം സൗജന്യമായി കൊടുക്കുക. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ വളരെ യുക്തിസഹമായ ചോദ്യമുണ്ട്. ഈ കണക്ടിവിറ്റി ഉണ്ട്, ബന്ധമുണ്ട്, ആ ബന്ധം ഉപയോഗിക്കാനുള്ള മറ്റേ കുന്ത്രാണ്ടം വേണ്ടേ? കുന്ത്രാണ്ടം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണോ ഐപാഡോ കമ്പ്യൂട്ടറോ. അതിനെന്താ? അതിന് പിണറായി വിജയൻ ഗവൺമെന്റ് പരിഹാരമുണ്ട്. കുടുംബശ്രീ വഴി ഈ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഐപാഡോ ഈ ദരിദ്ര കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുകയാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ ഘട്ടം ഘട്ടമായി ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി തിരിച്ചടച്ചാണ്. പലിശയോ അത് ഗവൺമെന്റ് വരും. ശരിയാണോ ഞാൻ പറഞ്ഞത്? രാകേഷിന് കാര്യങ്ങളെല്ലാം അറിയാം. കാര്യം ഇതിന്റെയൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഇത്ര ദിവസം. ഇത് പഠിച്ചിട്ട് വേണം ഞാനൊക്കെ പറയാൻ. ഈ പറഞ്ഞ പദ്ധതി കേരളത്തിലെ ദരിദ്രരായ 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ഇന്റർനെറ്റ് ബന്ധം സൗജന്യമായി ലഭ്യമാക്കുന്നു. ആ സൗജന്യമായി ലഭ്യമാക്കിയ ഇന്റർനെറ്റ് ബന്ധം ഉപയോഗിക്കാനുള്ള ഉപകരണം അത് കുടുംബശ്രീ വഴി ഇവർക്ക് സൗജന്യമായി ലഭ്യമാക്കാനും അത് കുടുംബശ്രീ വഴി തന്നെ ഘട്ടം ഘട്ടമായി അതിന്റെ തുച്ഛമായിട്ടുള്ള തുക അത് തിരിച്ചടയ്ക്കാനുമുള്ള ഒരു പദ്ധതി, സൂക്ഷ്മമായി ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത പദ്ധതി, അത് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ് നടപ്പാക്കുമ്പോൾ ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കേരളമായി കേരളത്തെ മാറ്റിയത് 1980-82-ലെയും 1987-91-ലെയും 1996-2001-ലെയും 3 നയനാർ ഗവൺമെന്റുകൾ ഓരോ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ, ഓരോ മേഖലയിലും സാധ്യതപ്രായമാക്കിയ വികസനം, അതിന്റെ മുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിയുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ കേരളത്തിന്റെ വഴികൾ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും പറയേണ്ട ഒരു കാര്യം, 2 കാര്യമുണ്ട്. എനിക്ക് 2 കാര്യം പറയാമെന്ന് തോന്നുന്നു ചുരുക്കത്തിൽ. ഒന്ന്, ഏപ്രിൽ 22-ന് പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും
അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ 26 പേരെ കൊന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ്. അതിനെ തുടർന്നുള്ള സംഭവവാസങ്ങൾ. ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു, അപലപിച്ചു. ഭീകരവാദം അമർച്ച ചെയ്യാൻ വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം. ഇന്നിപ്പോ ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ആശ്രയിക്കുക മാർഗമുള്ളൂ. ആ ഗവൺമെന്റിന് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടിയെടുക്കാം. എന്നാൽ ആ ഭീകരവാദ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആർക്കെങ്കിലും എതിരായിട്ട് സ്പർദ്ധ വളർത്താൻ, ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായി വർഗീയ പ്രചരണം നടത്താൻ ദുരുപയോഗപ്പെട്ടുകൂടാ, ദുരുപയോഗിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഈ കാര്യങ്ങളാണ് CPIM ആ സംഭവത്തെ തുടർന്ന് പറഞ്ഞത്. അതിനുശേഷം സർവകക്ഷി യോഗം നടന്നപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഈ ആക്രമണം നടത്തിയവർ അവർ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് 2 ഘട്ടത്തിൽ പോരായ്മയുണ്ടായി. ഒന്ന്, ഭീകരവാദം കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ജമ്മു കാശ്മീർ. ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടെങ്കിലും അത് കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കാശ്മീരിലെ പോലീസിനടക്കം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സൈന്യം, അതിർത്തി രക്ഷാ സേന, BSF. അപ്പൊ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെയാണ് ഫലത്തിൽ ജമ്മു കാശ്മീരിന്റെ ഭരണം നടത്തുന്നത്. എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല? സുരക്ഷാ വീഴ്ച ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരും. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാര്യം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. വെടിനിർത്തലാണ് തൽക്കാലം ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയുന്ന ഇത് ഔചിത്യപൂർവമായിരിക്കില്ല. രണ്ടാമത്തെ വിഷയം, ഇവർ വെടിയേറ്റ് 26 പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്വീകരിച്ചിട്ട് കൊല്ലുകയാണ്. സാധാരണ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ്. ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു. അവരൊന്നും ചെയ്യാൻ കഴിയും. അപ്പൊ രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണ്. അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒരുക്കുവാൻ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു. ഈ ഭീകരകൃത്യം, 26 പേരെ വെടിവെച്ചു കൊല്ലുന്ന ഭീകരത, അത് പൂർത്തീകരിച്ചിട്ട് അവർ സുഖമായിട്ട് രക്ഷപ്പെടുകയാണ്. അതിർത്തി 100 കിലോമീറ്ററോ മറ്റോ വരും. ഈ വെടിവെയ്പ്പ് നടന്നു കഴിഞ്ഞിട്ട് 7 കിലോമീറ്ററാണ് പുൽവാമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിന്നും ഇവർ വിനോദസഞ്ചാരാർത്ഥം യാത്ര ചെയ്യുന്ന ബട്സാരെ എന്ന് പറയുന്ന സ്ഥലം. 7 കിലോമീറ്റർ ഘട്ട് ഏരിയ. പക്ഷെ ആ 7 കിലോമീറ്റർ 1 മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് ഈ 7 കിലോമീറ്റർ സുരക്ഷാ സേന സഞ്ചരിക്കാൻ. അപ്പോ ഏതു തരത്തിലൊരു ഭരണമാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാജ്നാഥ് സിംഗും അമിത്ഷായും എല്ലാം ഭരണം നേരിട്ട് കേന്ദ്രം ഏറ്റെടുത്തു ജമ്മു കാശ്മീർ. അതിനുശേഷം അവകാശപ്പെട്ട എന്താണ്? എല്ലാതരം ഭീകരതയും ഞങ്ങൾ അമർച്ച ചെയ്ത് കഴിഞ്ഞു. പൂർണ്ണ സുരക്ഷിതത്വം ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടത്തിയ ഇടപെടൽ പൂർണ്ണ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന് കരുതി വിനോദസഞ്ചാരികൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? സവിശേഷമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? അതിലുള്ള പരാജയം മാത്രമാണോ ഈ ഭീകരർ ആക്രമണം നടത്തിയതിനു ശേഷം അവർക്ക് ഇന്ത്യ വിട്ടുപോകാൻ, പാക് അധിനിവേശ കാശ്മീരിലേക്കോ പാകിസ്ഥാനിലേക്കോ രക്ഷപ്പെട്ടു പോകാനും കഴിഞ്ഞത് ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ ദയനീയമായ തകർച്ചയുടെ ഫലമായിട്ടാണ്. ഇതെല്ലാം നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നില്ല. അതിന് നമുക്ക് ചർച്ച ചെയ്യാൻ ഇനിയും സമയമുണ്ടാവും. CPIM പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു
പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം. ഈ അസാധാരണമായ സാഹചര്യത്തെക്കുറിച്ച് രാജ്യത്തിനുള്ളിൽ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി വസ്തുതകൾ ജനപ്രതിനിധികളോട് പറയണം. സുരക്ഷാപരമായ കാരണങ്ങളാൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയണമെന്നില്ല. പക്ഷെ പ്രത്യേക സമ്മേളനം ആവശ്യമാണ്. അപ്പൊ പ്രത്യേക സമ്മേളനം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതുപോലൊരു സാഹചര്യത്തിൽ വിദേശത്തേക്ക് വിവിധ പാർട്ടികളുടെ പ്രതിനിധികളെ അയക്കുമ്പോൾ CPM-ന്റെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ നേതാവാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോകാമോ? പോകുന്നതിന് എതിർപ്പില്ല എന്ന നിലപാട് പാർട്ടി എടുത്തു. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ മുൻഗണനയിലാണോ ചെയ്യുന്നത്? അല്ല. 2 സർവകക്ഷി യോഗം നടന്നപ്പോഴും ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലുണ്ട്. പക്ഷെ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല. ഒരു സർവകക്ഷി യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്ത നരേന്ദ്രമോദി ബീഹാറിൽ പോയി പ്രസംഗിക്കുകയാണ്. കാര്യം ഒക്ടോബർ നവംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അത് ചർച്ച ചെയ്യാൻ കൂടുന്ന സർവകക്ഷി യോഗമോ അല്ല. ബീഹാറിൽ പോയിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ് അദ്ദേഹം ചെയ്തു. പിന്നെ ഈ സംഭവവാസമൊക്കെ ഉണ്ടായതിനു ശേഷം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നടപടി ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിമാരോടൊരു സംഭാഷണം അദ്ദേഹം നടത്തി. ആരോടാ? ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരോടല്ല, ഇല്ല, BJP-ക്കാരായ മുഖ്യമന്ത്രിമാരോട്, BJP-യോടൊപ്പം മുന്നണിയായി നിൽക്കുന്ന NDA-യിൽപ്പെട്ട മുഖ്യമന്ത്രിമാരോട്. എന്താ BJP മുഖ്യമന്ത്രിമാരുടെ സംസ്ഥാനവും BJP-യുമായി മുന്നണിയുള്ള NDA-യുടെ ആളുകൾ മുഖ്യമന്ത്രിമാരായിട്ടിരിക്കുന്ന സംസ്ഥാനവും മാത്രമേ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളൂ? ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്താണോ മിസ്റ്റർ നരേന്ദ്രമോദി? വളരെ വിവേചനപരമായ സമീപനം, രാഷ്ട്രീയമായി ജനാധിപത്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമീപനം ഉണ്ടാവുന്നില്ല ശ്രീ നരേന്ദ്രമോദി. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി ഈ ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഉറച്ച നിലപാടാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ അടങ്ങുന്ന, വിദഗ്ധന്മാരടങ്ങുന്ന പ്രതിനിധി സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ CPIM തടസ്സമില്ല എന്ന് അവരെ അറിയിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ആളുകളെ തീരുമാനിക്കുന്ന കാര്യത്തിലുമെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവക്കുറവുണ്ട്. ഓരോ പാർട്ടിക്കും ഇത്ര പ്രതിനിധികളെയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നുകിൽ നിങ്ങൾ ആ ആളുകളെ ആര് വേണം നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകേണ്ടത് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ പറയാം ഞങ്ങള് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഇന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അവര് തന്നെ മതിയോ അതോ അവർക്ക് പകരം വേറെ ആരെങ്കിലും വേണോ എന്ന് ചോദിക്കാം. അതൊന്നുമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിൽ ഈ വിഷയം അവർ കൈകാര്യം ചെയ്യുന്ന സമീപനവും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും BJP-യും തമ്മിലുള്ള, കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭീകരവാദത്തിനെതിരായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് പല തലങ്ങളിൽ ഇടപെട്ട് മാത്രം വിജയപ്രദമാക്കാൻ കഴിയുന്നതാണ്. സായുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ കഴിയില്ല. പല തലങ്ങളിൽ വിദേശത്ത് നിന്ന് ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അതിർത്തി സുരക്ഷിതമായി കാസൂക്ഷിക്കേണ്ട നടപടി സ്വീകരിക്കണം. പിന്നെ ഭീകരവാദികൾ അതിർത്തി കടന്നു വരുമ്പോൾ അവർക്കെതിരായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കാൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അണിനിരത്താൻ കഴിയണം. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയണം. അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെ നടത്തിയ കയ്യേറ്റങ്ങൾ അത് തിരുത്തിക്കൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെയും ലേയിലെയും ജനങ്ങൾക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. ഈ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രതീക്ഷ പകരുന്ന ചില സന്ദേശങ്ങൾ ജമ്മു കാശ്മീരിൽ തന്നെ ഉണ്ടായി.
അതൊന്ന്, കാശ്മീരിയായിട്ടുള്ള ഒരു യുവാവ് അവിടെ വരുന്ന വിനോദസഞ്ചാരികളെ ഈ ചെറിയ കുതിരകളുണ്ട്, പോണി എന്ന് പറയും, ആ കുതിരകളുടെ പുറത്തിരുത്തിയിട്ടൊക്കെയാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിഷാദ് എന്ന് പറയുന്ന യുവാവ് ഈ ഭീകരവാദികൾ മനുഷ്യരെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ തോക്ക് പിടിച്ചു വാങ്ങാനും ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുന്നത് തടയാനും ശ്രമിച്ചു. അതിനിടയ്ക്ക് അയാളെയും ഭീകരവാദികൾ വെടിവെച്ചു കൊന്നു. അപ്പോൾ ഭീകരവാദത്തിനെതിരായി പ്രവർത്തിക്കാൻ കാശ്മീരിലെ ജനങ്ങൾ, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ, അവര് തയ്യാറാവുന്ന ഉദാഹരണം നമ്മുടെ എറണാകുളത്ത് ശ്രീ രാമചന്ദ്രൻ ദാരുണമായി അവിടെ വെച്ച് വധിക്കപ്പെട്ട വ്യക്തിയാണ്. ശ്രീ രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ കൺമുമ്പിൽ വെച്ചാണ് ആരതിയുടെ അച്ഛൻ രാമചന്ദ്രനെ വെടിവെച്ചു കൊന്ന് ഭീകരവാദികൾ. ദുഃഖത്തോടുകൂടി ആ കാര്യം പറഞ്ഞ ആരതി, എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അച്ഛനെ അവർ വെടിവെച്ചു കൊന്നു, എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് 2 കൂടപ്പിറപ്പുകളെ അവിടെ നിന്ന് കിട്ടി. മുസാഫിർ എന്നും സമീർ എന്നും പേരുള്ള 2 കാശ്മീരികളായ ചെറുപ്പക്കാർ. കാര്യം ഈ വെടിവെച്ചു കൊല്ലപ്പെട്ട അച്ഛന്റെ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, ഇവർക്ക് സുരക്ഷിതത്വം നൽകാൻ, ഇവരെ സഹായിക്കാൻ ഈ 2 കാശ്മീരികളാണ് ഉണ്ടായത്. അവരെയാണ് ആരതി പറഞ്ഞത്, എനിക്ക് 2 കൂടപ്പുറപ്പുകളെ കിട്ടി, എന്നെ അവരുടെ കുഞ്ഞനുജത്തിയെ പോലെയാണ് അവർ വാത്സല്യത്തോടുകൂടി രക്ഷിച്ചത്. അപ്പൊ ഇതൊരു സന്ദേശമാണ്. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ കഴിയണമെങ്കിൽ വർഗീയ പ്രചാരവേല നടത്തുന്ന സമീപനത്തിൽ നിന്നും ഭൂരിപക്ഷത്തിന്റെ പേരിൽ വർഗീയമായ ഇടപെടൽ നടത്തുന്ന സംഘപരിവാർ പിന്തിരിയണം. മധ്യപ്രദേശിലെ BJP-കാരനായ മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. മധ്യപ്രദേശിലെ ഹൈക്കോടതി പറഞ്ഞു, ഈ BJP-കാരനായിട്ടുള്ള മന്ത്രി പറഞ്ഞ അസംബന്ധം, അതിനെതിരായി പോലീസ് കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ സംബന്ധം പറഞ്ഞത്? സോഫിയ ഖുറേഷി പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു. എന്തായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സൈനിക എന്ന നിലയിൽ ഇന്നിപ്പോ ഇന്ത്യയിൽ പ്രശസ്തി നേടി സോഫിയ ഖുറേഷി. BJP മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞതെന്താ? ഞങ്ങളുടെ ഗവൺമെന്റ് ഭീകരവാദികളുടെ ഒരു സഹോദരിയെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അയച്ചു. സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുകയാണ് BJP-യുടെ ഒരു മധ്യപ്രദേശിലെ മന്ത്രി. ഈ നാട്ടിലുള്ള BJP-കാർക്ക് ഇതിനെ കുറിച്ച് വലുതും പറയാറുണ്ടോ? അപ്പോ പഹൽഗാമിൽ നടന്ന സംഭവവികാസം, അതിനെ തുടർന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പാർലമെന്റ് വിളിച്ചുകൂട്ടി ജനപ്രതിനിധികളോട് സംസാരിക്കാൻ വിസമ്മതിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചു. പക്ഷെ ആ സംസാരം ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യത്തിനും തൃപ്തികരമായ മറുപടി പറയുന്നതിന് പര്യാപ്തമായ പ്രസംഗമായിരുന്നില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്.